ഗേറ്റിൽ PI ഓൾ ഇന്ത്യ റാങ്ക് 9 നേടിയ നൗൽ അബ്ബാസും ഒപ്പം തന്നെ PIയിൽ 19th റാങ്കും മെക്കാനിക്കൽ പേപ്പറിൽ 233 റാങ്കും നേടിയ സാജിദും ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ റാങ്കുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? പ്രൊഡക്ഷനിൽ സിമ്പിൾ ആയിരുന്നു കമ്പാരിറ്റീവ്ലി മെക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പ്രൊഡക്ഷനിൽ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് മെക്കാനിക്കലിൽ ഞാൻ കുറച്ചുകൂടി നല്ല റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എക്സാമിൽ തന്നെ കുറച്ച് ചെറിയ സില്ലി മിസ്റ്റേക്സ് വന്നത് നമ്മൾ റിസൾട്ട് വന്നപ്പോഴാണ് മിസ്റ്റേക്ക് വന്നത് അറിഞ്ഞത്. എന്നാലും ഓവറോൾ ഹാപ്പി, നല്ല റാങ്കാണ്. റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം എത്രത്തോളം ആയിരുന്നു? അതിപ്പോ ഇങ്ങനെ പറഞ്ഞറിയില്ല, എങ്ങനെ അറിയില്ല, പക്ഷെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ഗേറ്റ് കോച്ചിങ് ചെയ്യണം എന്ന് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ഏകദേശം 4th ഇയർ ആയപ്പോൾ തന്നെ ഹയർ സ്റ്റഡീസ് പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം ഗേറ്റ് ക്വാളിഫൈ ആയില്ല. അങ്ങനെയാണ് സീനിയേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്ത് ഏതാ നല്ല ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്ന് അപ്പം അങ്ങനെ മനസ്സിലാക്കി ഗേറ്റ് ചൂസ് ചെയ്തതാണ്. എൻ്റെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി കുറേ ബാക്ക് പേപ്പേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഓൾറെഡി ബിടെക്കിലെ CGPA ഒക്കെ ആണെങ്കിൽ ഒരുപാട് താഴെയായിരുന്നു. അപ്പോൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കോളേജിൽ പ്ലേസ്മെന്റ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കി, പക്ഷെ കുറേ ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു ബാക്ക് പേപ്പേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ആയിരുന്നു. കാരണം എന്നെപ്പോലുള്ളൊരു ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ആക്ച്വലി ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇതുവരെയുള്ള അക്കാദമിക് ആ ഒരു റെക്കോർഡ് മൊത്തം മാറ്റാൻ പറ്റും. അപ്പോൾ ഒരൊറ്റ നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് വിഷയമില്ല. അപ്പൊ അങ്ങനെ നിലയിലാണ് ഗേറ്റ് അപ്രോച്ച് ചെയ്തത്. എങ്ങനെയാണ് ARCയിൽ എത്തിപ്പെട്ടത്? ഞാൻ എത്തിപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതിൽ കോളേജിലൊക്കെ ആണെങ്കിലും സംസാരം ഇപ്പൊ സാർമാരൊക്കെ ആണെങ്കിലും എല്ലാവരും നമ്മളെ ഹൈദരാബാദ്, ഡൽഹി അങ്ങനെ പുറത്തേക്കാണ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെങ്ങനെയാന്ന് വെച്ചാൽ ഞാനും എൻ്റെ കൂടെ ക്ലാസ്സിൽ ഞങ്ങൾ 4 പേര് ഒരുമിച്ചാണ് വന്നത്. അപ്പം ഞങ്ങൾ ഇതുപോലെ അന്വേഷിച്ച് നല്ല രീതിയിൽ അന്വേഷിച്ച് ഇപ്പം കേരളത്തിൽ ഇതുപോലെ ടോപ്പായി നിൽക്കുന്ന കോഴിക്കോട് ഈ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ. ബാക്കി കേരളത്തിൽ അങ്ങനെ വേറെ സെന്ററുകളൊന്നുമില്ല. അങ്ങനെ അന്വേഷിച്ച് സീനിയേഴ്സ് വഴിയൊക്കെ അറിഞ്ഞൊന്ന് അങ്ങനെ ചേർന്നതാണ്. ഞാനും അങ്ങനെ തന്നെ. വീട്ടുകാരൊക്കെ ഹൈദരാബാദ് വിടാനായി ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ സീനിയേഴ്സ് അമ്മയൊക്കെട്ടുണ്ട്, ഇവിടുത്തെ ഞങ്ങൾ തൊട്ട് സീനിയറാണ്. ഓക്കെ, 150 സംതിങ് റാങ്കൊക്കെ മെക്കിൽ വാങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരനെ വിളിച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ് കോഴിക്കോട് എന്തുകൊണ്ടും ബെസ്റ്റാണ്, സാറാണെങ്കിലും നല്ല കമ്പനിയാണ്, നല്ല എക്സാമാണ്. മെയിനായിട്ട് ഇവിടെ പറഞ്ഞ എക്സാമിനെ കുറിച്ചാണ്. ഇവിടെ മോക്ക് ടെസ്റ്റ് 100 എക്സാമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാം ഒരുപാട് സെമി മോക്ക് ഫുൾ മോക്ക് പറഞ്ഞിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്ത്. അത് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ചൂസ് ചെയ്തതാണ്. ഓക്കെ, ARCയിലെ കോച്ചിങ് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്? പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ നോട്ട് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം കടല് പോലെ പ്രൊഡക്ഷനൊക്കെ പറഞ്ഞാൽ കുറേ ടോപ്പിക്സ് ഉണ്ട്. അത് ഭയങ്കര ചുരുക്കി ലളിതമാക്കി സാർ പറഞ്ഞത്. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയി. റിവിഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് അത് കിട്ടാൻ ഭയങ്കരമായി യൂസ്ഫുൾ ആയി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ച് പഠിക്കുന്ന പിള്ളേരുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇവിടുത്തെ തന്നെ നോട്ട്സ് അത് തന്നെയാണ് ഞങ്ങൾ. വേറെ ആരും ഇവിടെ ഉള്ള ഒരാളും ടെക്സ്റ്റ് ബുക്കോ വേറെ ഒന്നും റെഫർ ചെയ്തിട്ടില്ല, വേറെ പുറത്തേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തരുന്ന നോട്ട്സ് എന്താണോ അത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള രീതിയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നോട്ട് അങ്ങനെയാണ് ഇവിടെ തന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഏറ്റവും മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എക്സാംസ് ആണ്. ഞങ്ങൾക്ക് എക്സാമാണ് ഞങ്ങളെ ഒരു നിലയിൽ എത്തിക്കുന്നത്. കാരണം ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉണ്ട്. എക്സാം ഇങ്ങനെ എഴുതി പോകുന്ന ഒരു അപ്രോച്ച് ഉണ്ട് സജീർ സാറിന്റെ. അതെല്ലാം സജീർ സാർ അങ്ങനെ നോക്കണത്. എപ്പോൾ നിങ്ങൾ എക്സാം എഴുതണം, എപ്പോൾ എന്ത് ചെയ്യണമെന്ന് പുള്ളി തന്നെ പറഞ്ഞത്. അപ്പോൾ ആ എക്സാം എഴുതി പോകുന്ന ഒരു അപ്രോച്ച്, അഥവാ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ എക്സാംസ്, അത് കഴിയുമ്പോൾ ഒരു 3-4 സബ്ജക്ട് കഴിയുമ്പോൾ 3-4 സബ്ജക്ട് ക്ലബ് ചെയ്തിട്ടുള്ള എക്സാംസ്, അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ട് സാറിന്റെ. ആ അപ്രോച്ച് എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സജീർ സാറിന്റെ ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സജീർ സാറിന്റെ ക്ലാസ്സും സജീർ സാറിന്റെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയാണ് ട്രിക്കുകളൊക്കെ ഉണ്ട് സാറിന്റെ, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, അതുപോലെ എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ബാച്ചിൽ നിന്നും കുറച്ച് ആളുകൾക്ക് മാത്രമാണോ നല്ല റാങ്ക് ഉള്ളത്, അതല്ല ബാക്കി എല്ലാവർക്കും നല്ല റാങ്ക് ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ബാച്ചിൽ ഇപ്പം ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഒരുപാട് പേരുണ്ട് നല്ല റാങ്കുള്ള. 1000-നിടയിൽ തന്നെ ഏകദേശം 5-6 പേരുണ്ട്. പ്രൊഡക്ഷൻ അത്യാവശ്യം നല്ല റാങ്കുള്ളവരുണ്ട്. പ്രൊഡക്ഷനും അപ്പൊ എങ്ങനെ വന്നാലും IIT ഒരുപാട് പേരുണ്ട്, ഒരുപാട് റാങ്കുകളുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഗേറ്റ് കോച്ചിങ് സമയത്തുള്ള എക്സ്പീരിയൻസും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഒക്കെ എങ്ങനെയായിരുന്നു? എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീവ് എക്സാം എഴുതുന്നത്. ഞാൻ ഇതുവരെ മുന്നേ ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം കാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ സബ്ജക്റ്റുകളിലൊക്കെ ഇവിടെ കൂടെ ഉള്ളവരെടുത്ത്. പിന്നെ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിൽക്കുകയാണ്, കൂടെ ഉള്ളവർ പഠിക്കുകയാണ്.
പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, നമ്മൾ അത് ഫോളോ ചെയ്താൽ പോകുന്നു. നമുക്കിപ്പോൾ ഞാനെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഒന്നും വേറെ ഒന്നും നമ്മൾ ഇടുന്നില്ല, ഇവിടെ നിന്ന് എന്ത് പറയുന്നോ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ പോകുമ്പോൾ പയ്യെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് കയറി വരും. അങ്ങനെ പയ്യെ ബാക്കിയുള്ളവരുടെ ഫേസിൽ നമ്മൾ എത്തും. പിന്നെ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രാറ്റജി പോലെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും സജീവ് സാറൊക്കെ. അപ്പം നമ്മൾ ആ ലെവലിൽ എത്തിപ്പിടിക്കുക, അങ്ങനെ ഫോളോ ചെയ്ത് പോവുക. ഓരോ എക്സാമിനും റിവിഷൻ ചെയ്യും, അങ്ങനെ കണ്ടിന്യൂസ് റിവിഷൻ ചെയ്ത് അങ്ങനെ പോയതാണ്. അതുപോലെ തന്നെ ARCയിലെ ഫാക്കൽറ്റീസ് അവരുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമുക്കിപ്പോ ഏതൊരു ഫാക്കൽറ്റിയുടെ ക്ലാസ് നമുക്ക് പറ്റില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞ സാർ അതിനുള്ള പരിഹാരം കാണും. അങ്ങനെ നമുക്കിവിടെ വന്ന ഫാക്കൽറ്റീസ് ഇപ്പൊ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലമൊക്കെ ആയിട്ട് ഇവിടെ ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കുറെ ഫാക്കൽറ്റീസ് ഉണ്ട്. സാർ വരും, സാർ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം, സാറിന് യൂസ് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞുതരും. അത് ഞങ്ങൾ ചെയ്യും. അത് എല്ലാ കാര്യത്തിലും. ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഫാക്കൽറ്റീസ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പോഴും ഗ്രൂപ്പ്സ് ഉണ്ട് ഫാക്കൽറ്റീസ് ഉള്ള. അവർ ഞങ്ങൾ ഇപ്പോഴും IITയുടെ അഡ്മിഷനും ഞങ്ങളുടെ PSCയുടെ ഇന്റർവ്യൂസിനൊക്കെ ആയിട്ട് ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് പഠിക്കാനുള്ള വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഞങ്ങളൊരു ടീം വർക്ക് ചെയ്ത് ആണ് മെയിനായിട്ട് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു 5-6 ആൾക്കാർ 8 ആൾക്കാരൊക്കെ ഒരുമിച്ചിരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് മുന്നോട്ട് പോയത്. വൈബ് ഇവിടെ അടിപൊളിയാണ്. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ അടുത്ത് സീനിയേഴ്സ്, ഇവിടത്തുള്ള സീനിയേഴ്സ് അല്ല, പുറത്തുള്ള സീനിയേഴ്സ്, ഇപ്പോൾ പുറത്ത് പഠിച്ച സീനിയേഴ്സ് ഒക്കെയാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം. അതാ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാടാണ്, പിന്നെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറേ ഡിഫറൻറ്റാണ്. ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മളൊരു 50 പിള്ളേരോടെ ഉള്ളത്. അപ്പൊ നമ്മളിതിലൊരു കുറച്ച് ഇതുപോലെ ഗ്രൂപ്പായിട്ട് നിന്നിട്ടൊരു ടീം വർക്കാണ്. ഇപ്പൊ ഒരു രസമാണ്. ഞാനും ഒരു 5-6 പേരുണ്ട് സ്ഥിരമായിട്ടൊരു ക്ലാസ്സിലിരിക്കുന്നവര്. അതുപോലെ ഞങ്ങൾ ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു 5-6 പേരുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ 5-6 പേരുടെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാണ്, ഒരു ടഫ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മളൊരു 6 പേര് കൂടി ഇരിക്കുകയായിരിക്കും. ഒരു ടഫ് ക്വസ്റ്റ്യൻ കിട്ടും, അയാളത് ഷെയർ ചെയ്യും, ബാക്കി എല്ലാവരും കൂടി അതിന് ആൻസർ അങ്ങോട്ട് കൂടുമ്പോൾ പറയും. അപ്പൊ അവന് കിട്ടുണ്ടാവില്ല, അപ്പൊ അവനത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു രീതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്ത്, അതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾക്ക് ഒരു പുതിയൊരു വീഡിയോ കിട്ടാണ്, ഒരു നല്ലൊരു ട്രിക്ക് കിട്ടാണ്, എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. അങ്ങനെ ഒരു നല്ലൊരു അപ്രോച്ചാണ്. നമുക്ക് ഭയങ്കര ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. അത് കുറെ ടൈം നമ്മൾ സേവ് ചെയ്യാം എല്ലാവരും കൂടി. ഇപ്പൊ ഈ നവലിന് ഒരു പുതിയ ട്രിക്ക് കിട്ടും, ലൈക്ക് ഇതൊരു ഇപ്പൊ ഒരു എക്സാമിൽ ഇപ്പൊ ഇങ്ങനെ അവൻ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ടാവും, അപ്പൊ അവൻ നമുക്കത് പറഞ്ഞുതരും. അതുപോലെ അങ്ങനെ അതുപോലെ ഇപ്പൊ ചില ടോപ്പിക്സ് ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെ എത്ര ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ചില ടോപ്പിക്സ് ഈസിയും ചിലർക്ക് ചില ടോപ്പിക്സ് പാടായിരിക്കും. നമുക്ക് പാടുള്ളത് പറ്റൊരൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ അയാൾ അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ തിരിച്ച് അയാളെ വേറെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു പോളിസിയിലാണ് നമ്മൾ ടീമായിട്ടാണ്. അടിപൊളി. പിന്നെ ബിടെക്കിന് ശേഷം ഗൈഡ് കോച്ചിങ് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് പറയാനുള്ളത്? ഡെഫിനറ്റ് ആയിട്ടും ഗേറ്റിന് വരണം. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്ന് പറയാം. കാരണം ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ബാഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് റെക്കോർഡാണുള്ളത്. ലൈക്ക് എൻ്റെ കേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10th ആയാലും +2 ആണെങ്കിലും ബിടെക് ആണെങ്കിലും ഒക്കെ മാർക്കില്ല, കുറെ ബാക്ക് പേപ്പേഴ്സ്, അങ്ങനെയൊക്കെ ഒരു അക്കാദമിക് ട്രാക്കാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഗേറ്റ് പോകണം. കാരണം ഗേറ്റിന്റെ ഒരൊറ്റ ഗേറ്റ് സ്കോർ വെച്ചിട്ട് ഒരു നല്ല ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ ബാക്കിയൊന്നും ഫാക്ടർ അല്ല. അങ്ങനെ നമുക്ക് കയറാം. കാരണം നമുക്ക് ഈ ഗേറ്റ് സ്കോർ മാത്രം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കയറാം. ISRO, DRDO, ഭാരത്, ഇതിലൊക്കെ നമുക്ക് സയന്റിസ്റ്റ് ആയിട്ട് നമുക്ക് കയറാം. അതിൽ നമ്മുടെ UGയുടെ സ്കോർ ഒന്നും വരുന്നില്ല, ഗേറ്റ് സ്കോറും നമ്മുടെ ഇന്റർവ്യൂവിൽ പെർഫോമൻസും മാത്രം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഒരു 8 മാസം ഈ ARCയിൽ കോഴിക്കോട് വന്നിട്ട് നമുക്കൊരു 8 മാസം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഇത്ര നാളെ എങ്ങനെ കളിച്ചോ എന്തൊക്കെ ചെയ്തോ ഒന്നൊരു വിഷയമല്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് തന്നെയാണ് പറയാനുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു.